പക്ഷേ അന്ന് കുഞ്ഞിന് ജന്മം നൽകിയ ആ സമയത്ത്, കുഞ്ഞിന് 2 വയസ്സാവുന്ന ആ സമയം വരെ കുഞ്ഞിന് മഞ്ഞപ്പിത്തം വരാൻ പറ്റൂല, അല്ലേ? കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ വരാൻ പറ്റൂല. അവളുടെ വളർച്ച പൂർണ്ണമായും അതിൻ്റെ അവസ്ഥയിലേക്ക് എത്തണം. 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ നമ്മൾ ഉണർന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ പ്രയാസങ്ങൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനേക്കാൾ മനോഹരമായി ജനിപ്പിക്കപ്പെടുന്ന ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ എടുത്തിട്ടില്ല, അല്ലേ? എന്തേ ഉമ്മാക്കൊരു ക്രോമസോം ഏറെ കൊടുത്തുവിടാനോ? ഭൂമിയിൽ കാലിൻ്റെ അടിയിൽ സ്വർഗം സംവിധാനിച്ച് വെച്ച ഒരേ ഒരുവൾ അത് ഉമ്മയല്ലാതെ മറ്റാരുമല്ല. പാപ്പാൻ്റെ കാലിൻ്റെ അടിയിൽ സ്വർഗമുണ്ടോ? ആങ്ങളൻ്റെ ഉണ്ടോ? ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ഉണ്ടോ? ഇല്ല. ഉമ്മയുടെ കാലിനടിയിൽ മാത്രമാണ് സ്വർഗം സംവിധാനിച്ച് വെച്ചിട്ടുള്ളൂ എങ്കിൽ ഉമ്മയിൽ നിന്നും ഒരു ക്രോമസോം ഏറെ കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് ജെൻഡർ ഈക്വാലിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം.